2016 ഒടുവിൽ തിയേറ്ററുകളിലെത്തിയ മോഹൻലാലിന്റെ ബ്രഹ്മാണ്ഡ ചിത്രമാണ് പുലിമുരുകൻ. വൈശാഖിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ പുലിമുരുകൻ മലയാള സിനിമയുടെ ഒരു ചരിത്ര ഭാഗം കൂടിയായി മാറി. റിലീസ് ചെയ്ത ഒരു മാസം പിന്നിടുമ്പോൾ 100 കോടി രൂപയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നേടിയത്. ഇതുവരെ ഇന്ത്യക്ക് അകത്തും പുറത്തു നിന്നുമായി 150 കോടിയോളം കളക്ട് ചെയ്തെന്നാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. റിലീസ് ചെയ്ത ആദ്യ ദിവസം ഏറ്റവും കൂടുതൽ ഇനീഷ്യൽ കളക്ഷൻ മുതൽ ഒട്ടേറെ റെക്കോർഡുകളാണ് പുലിമുരുകൻ ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. കേരളത്തിലെ പ്രധാന പ്രദർശന കേന്ദ്രങ്ങളിൽ ഒന്നായ കൊച്ചി മൾട്ടിപ്ലക്സുകളിൽ 119 ദിവസമാണ് ചിത്രം തുടർച്ചയായി പ്രദർശിപ്പിച്ചത്. സിനിമാക്കാരുടെ സമരകാലത്തും ചിത്രത്തിന് കൊച്ചി മൾട്ടിപ്ലക്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ മികച്ച കളക്ഷൻ സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നു. കൊച്ചി മൾട്ടിപ്ലക്സുകളിൽ നിന്ന് 4.30 കോടി രൂപ നേടി പുലിമുരുകൻ റെക്കോർഡിട്ടിരിക്കുന്നു. ഇത് ആദ്യമായാണ് കൊച്ചി മൾട്ടിപ്ലക്സിൽ നിന്ന് ഒരു മലയാള സിനിമ 4 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്യുന്നത്. ബോളിവുഡ് ചിത്രമായ ജംഗിൾ ബുക്സ് 2.5 കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ നേടിയത്. കൊച്ചി മൾട്ടിപ്ലക്സിൽ നിന്നും ഏറ്റവും വേഗത്തിൽ 1 കോടിയും 2 കോടിയും 3 കോടിയും ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ചിത്രമാണ് പുലിമുരുകൻ. റെക്കോർഡ് ഷോകളാണ് കൊച്ചി മൾട്ടിപ്ലക്സിൽ നടന്നത്. മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ചിത്രമായ മുന്തിരിവള്ളികൾക്കും കൊച്ചി മൾട്ടിപ്ലക്സിൽ നിന്നും ഏറ്റവും മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ 1 കോടി രൂപ വരെ കൊച്ചി മൾട്ടിപ്ലക്സിൽ നിന്നും നേടിയിരിക്കുന്നത്.